കേരളം പോലുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ RSSൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും RSSനെ മാതൃസംഘടനയായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയുടെ സ്വാധീനം ഇപ്പോൾ ശക്തമായ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലും അതായത് ഒരു ആൻറ്റി ഹിന്ദു അല്ലെങ്കിൽ ആൻറ്റി ബ്രാഹ്മൺ അങ്ങനെ ഒരു ഇന്ത്യക്കെതിരെ പോലും മുദ്രാവാക്യങ്ങളും ഐഡിയോളജികളും വരുന്ന ഒരു സ്ഥലത്ത് പോലും ഇന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ RSSൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, BJPയുടെ പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ആ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിപ്ലവകരമായ മാറ്റമല്ല. ഇതൊരു പരിവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഓരോ ലെവലായിട്ടാണ് ഈ ലെവലിലേക്ക് ഇത് വ്യാപിച്ചത്. അപ്പോൾ ആ വളർച്ചയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം ഈ വിപ്ലവം എന്ന വാക്ക് ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളെയും RSSനെയും താരതമ്യപ്പെടുത്താൻ സുവർണ അവസരം എനിക്ക് വന്നിരിക്കുകയാണ്. ഒന്ന്, RSS വിപ്ലവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ ജിഹാദി പാർട്ടികളോ ഒക്കെ പറയുന്ന പോലെ ഞങ്ങൾ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നില്ല, റവല്യൂഷനിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് എവല്യൂഷനിലാണ്. ഈ എവല്യൂഷനും റവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ പ്രോഗ്രസ് എന്നുള്ളതാണ്, ക്രമാനുഗതമായ വളർച്ച. എവല്യൂഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് എവല്യൂഷൻ സംഭവിക്കുന്നത് ഒരു പ്രതികൂലമായ പരിതസ്ഥിതിയെ അതിജീവിക്കാനുള്ള ജീവവർഗത്തിൻ്റെ ആന്തരികമായ ത്വരയിൽ നിന്നാണ് പരിണാമം സംഭവിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടായത് തന്നെ ഇത്തരം ഭാരതത്തിൻ്റെ ദേശീയ സമൂഹത്തിൽ നിരവധി പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഉണ്ടായ രാഷ്ട്ര ശരീരത്തിലെ നൈസർഗികമായ രൂപാന്തരമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘമായി മാറിയത്. വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അത് പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത് ദുരന്തങ്ങളാണ്, കൂട്ടക്കൊലകളും പലായനങ്ങളും ഒക്കെയാണ്. വിപ്ലവകാരികളോട് നിങ്ങൾ ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ മഹത്തായ ലക്ഷ്യങ്ങൾ അവർ പറയുന്നുണ്ടാവും. പക്ഷേ ആത്യന്തികമായി എല്ലാ വിപ്ലവങ്ങളും ദുരന്തമായിട്ടാണ് കലാശിച്ചിട്ടുള്ളത്. അപ്പം വിപ്ലവം എന്ന് പറയുന്നത് നൈസർഗികമായി സംഭവിക്കുന്നതല്ല. പലപ്പോഴും അത് ഒരു പൊട്ടിത്തെറിയായി ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു ദുരന്തമായിട്ടാണ് കലാശിക്കുന്നത്. അത് വിപ്ലവം സംഭവിച്ചു എന്ന് പറയുന്ന റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം. ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അവർ വിപ്ലവം സംഭവിച്ചു എന്ന് പറയുന്നത്, ആ പ്രത്യയശാസ്ത്രവും ഇന്നത്തെ അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ കമ്മ്യൂണിസം ഈ ഒരു ആശയം എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന ഹയസ്റ്റ് ക്ലാസ്, എക്കണോമിക്കലി അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ എതിർത്തുകൊണ്ട് വരുന്നതല്ലേ വിപ്ലവം? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതിൻ്റെ ഭാഗമായി അടുത്ത ജനറേഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ അങ്ങനെ ആ ഒരു ആശയത്തിനെ എതിർത്തുകൊണ്ടല്ലേ വരുന്നത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിനെതിരെയുള്ള തൊഴിലാളികളുടെ പ്രക്ഷോഭമാണ് എന്ന് ഏറ്റവും ലളിതമായി നിങ്ങൾ പറയുകയാണ് ചെയ്തത്. മിലാവൻ ജിലോസി എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകനുണ്ട്. അയാൾ കമ്മ്യൂണിസത്തെ നന്നായി പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ഈ മുതലാളിയുടെ സ്ഥാനത്ത് പാർട്ടി വന്നു എന്നുള്ളതാണ് വിപ്ലവം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കുത്തക മുതലാളി എന്ന് പറയുന്നത് പിണറായി വിജയനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നോ ഒരു മുതലാളിത്ത സാമൂഹ്യ ക്രമത്തിൽ ഉണ്ടായിരുന്ന അഴിമതികളുടെ സ്വഭാവം, ആ അഴിമതികളുടെ പൂർണ്ണ സ്വഭാവത്തോടു കൂടിയാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത്. കേരളത്തിലെ കുത്തക മുതലാളിമാരുമായി അവിഹിതമായ ബന്ധം പുലർത്തിയതിൻ്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് നിരന്തരം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ സംഭവിച്ചത് കുത്തക മുതലാളിമാർക്കെതിരെയുള്ള തൊഴിലാളി വർഗത്തിൻ്റെ സമരത്തിൻ്റെ ആത്യന്തികമായ റിസൾട്ട് എന്ന് പറയുന്നത് മുതലാളിയുടെ പേര് മാറിയെന്ന് മാത്രമാണ്. പാർട്ടി മുതലാളിയായി മാറി. ഇന്ന് ഏറ്റവും കൂടുതൽ സ്വത്തുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്, റഷ്യയിലൊക്കെ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇന്ന് അത് തകർന്നു. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുള്ള പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ന് ആകെ കേരളത്തിലാണ് അധികാരത്തിലുള്ളത്. കേരളത്തിൽ മാത്രമാണ് അധികാരത്തിലുള്ളത്. നമ്മൾ കണ്ടു ത്രിപുരയിലും അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലും ഒക്കെ പാർട്ടിക്ക് എത്രമാത്രം സ്വത്തുണ്ടായിരുന്നു. ജനങ്ങൾ അവസാനം അതിനെല്ലാം കടപുഴക്കി എറിഞ്ഞു എന്നുള്ളത് വേറെ വിഷയം.
അപ്പം സംഭവിക്കുന്നത് മുതലാളിത്തത്തിനെതിരെ നടക്കുന്ന വിപ്ലവം ആത്യന്തികമായി പാർട്ടിയെ മുതലാളിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മുതലാളിത്തം കൊണ്ട് ജനങ്ങൾക്ക്, തൊഴിലാളിക്ക് എന്തൊക്കെ ബാധോപദ്രവങ്ങളാണോ ഉണ്ടായിരുന്നത് ആ ബാധോപദ്രവങ്ങൾ മുഴുവൻ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അധികാര കേന്ദ്രം മാറുന്നതേ ഉള്ളൂ, അധികാരത്തിൻ്റെ സ്വഭാവം മാറുന്നില്ല. അപ്പോൾ ഈ വിപ്ലവം എന്ന് പറയുന്നത് തന്നെ ശുദ്ധമായ അസംബന്ധമാണ്. ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ഇവർ പറയുന്നു. ഈ ദാരിദ്ര്യത്തെ ജനറലൈസ് ചെയ്യലോ, അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ദരിദ്രരാകണം എന്നോ എല്ലാവരും മുതലാളിമാരാകണമെന്നോ ഏതാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം മുതലാളിയോടുള്ള അസൂയ, ഉള്ളവനോടുള്ള അസൂയ, അതിൽ നിന്നും പ്രവർത്തിക്കുന്ന വിപ്ലവം തൊഴിലാളിയെ മുതലാളിയാക്കാനാണോ ശ്രമിക്കുന്നത്? അതോ എല്ലാവർക്കും തുല്യമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? എല്ലാവർക്കും തുല്യമായ ജീവിത സാഹചര്യമാണ് എങ്കിൽ അത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തും നടന്നിട്ടില്ല, ഒരിടത്തും നടക്കുന്നില്ല. കേരളത്തിലേക്ക് നിങ്ങൾ വരൂ, എന്താണ് അവസ്ഥ? കേരളത്തിൽ കറകളഞ്ഞ കമ്മ്യൂണിസത്തിൻ്റെ ഭരണം നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തുന്ന ഈ കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്കില്ലാത്ത സുരക്ഷയിലാണ് സഞ്ചരിക്കുന്നത്, അല്ലേ? ജനകീയനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ? എന്തിനാണ് ഇത്രയും വലിയ രക്ഷാദൗത്യങ്ങൾ? നിങ്ങൾ കണ്ടതല്ലേ, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ രക്ഷാദൗത്യം എന്നാണ് പറയുന്നത്. പാർട്ടി സഹാക്കന്മാർ ജനാധിപത്യമാണ്, ജനാധിപത്യത്തിൽ കരിങ്കൊടി കാണിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അത്തരം ജനകീയ സമരങ്ങളെ പാർട്ടി അണികൾ അടിച്ചമർത്തുന്നു. ഇത് റഷ്യയിലാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ചൈനയിൽ ടിയാൻമെൻ സ്ക്വയറിൽ എന്താ സംഭവിച്ചത്? ചൈനയിലെ ഏകാധിപത്യ ഭരണത്തിനെതിരെ വിദ്യാർത്ഥികൾ സമരം നടത്തി. പാർട്ടി അവരുടെ മേലെ ടാങ്കുകൾ കയറ്റി കൊല്ലുകയല്ല ചെയ്തേ. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തെക്കുറിച്ച് ഘോരഘോരം പറയും, മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയും, മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും. ഇതെല്ലാം നിഷേധിക്കുകയും ചെയ്യും. ഇത് തന്നെയല്ലേ മുതലാളിത്തം ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ഏകാധിപതികൾ ചെയ്യുന്നത്? അപ്പോൾ സോഷ്യലിസത്തെക്കുറിച്ച് പറഞ്ഞ് അധികാരം വാങ്ങിയാൽ മറ്റൊരു മുതലാളിയായി പാർട്ടി മാറുകയാണ്, മറ്റൊരു ഏകാധിപതിയായി പാർട്ടി മാറുകയാണ്. ഇതാണ് ലോകത്തെല്ലായിടത്തും നടന്നിട്ടുള്ളത്.